CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസൽ അന്തരിച്ചു. ക്യാൻസർ ബാധിതനായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം. റസലിന്റെ മൃതദേഹം നാളെ രാവിലെ വിമാനമാർഗം കൊച്ചിയിലെത്തിക്കും. വിയോഗത്തിൽ അഗാധമായ ദുഃഖമുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആകസ്മികവും ഞെട്ടിക്കുന്നതുമായ വാർത്തയാണ് നേരത്തെ കേൾക്കേണ്ടി വന്നത്. ജനങ്ങൾക്കാകെ സുസമ്മതനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ നല്ലൊരു വാഗ്ദാനവുമായിരുന്നു സഖാവ് റസൽ. അദ്ദേഹത്തിൻ്റെ സംഘടനാ മികവ് കോട്ടയത്തെ പാർട്ടിയെ കൂടുതൽ നല്ല നിലയിലേക്ക് വളർത്തുകയായിരുന്നു. കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ഗോകുലുണ്ട്. ഗോകുൽ, കോട്ടയത്തെ CPM-ന് തീരാ നഷ്ടമാണ്. കാരണം അടിമുടി പാർട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. AV റസലിനെ മൃതദേഹം എപ്പോഴാകും എത്തിക്കുക? പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമായോ? എന്താണ് നിലവിലെ സാഹചര്യം? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കോട്ടയത്തെ CPM-ന്റെ മുഖമായിരുന്നു AV റസൽ. അദ്ദേഹത്തിൻ്റെ വിടവ് ഒരിക്കലും നികത്താൻ സാധിക്കാത്തത് തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്ന് 3 മണിയോട് കൂടിയിട്ടാണ് സംഭവിച്ചത്. ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ അർബുദ രോഗവുമായി ബന്ധപ്പെട്ട ചികിത്സയിലിരിക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം കാർന്നെടുത്തത്. നിലവിൽ ശസ്ത്രക്രിയ പൂർത്തിയാക്കി പൂർണ്ണ ആരോഗ്യവാനായി നാട്ടിലേക്ക് മടങ്ങാനിരിക്കവെയായിരുന്നു അപ്രതീക്ഷിതമായിട്ട് നേതാവിൻ്റെ വിയോഗം ഉണ്ടായത്. ആ വിയോഗത്തിൽ പാർട്ടി പ്രവർത്തകരും പാർട്ടിയും ഒന്നടങ്കം ദുഃഖത്തിലാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം നാളെ രാവിലെ 7 മണിയോടുകൂടി ചെന്നൈയിൽ നിന്നും വിമാനമാർഗം കൊച്ചിയിലെത്തിക്കും. തുടർന്ന് കൊച്ചിയിൽ സംസ്ഥാനത്തെ CPM-ന്റെ സംസ്ഥാന നേതാക്കളും അതോടൊപ്പം തന്നെ മന്ത്രിമാരടക്കമുള്ള ആൾക്കാർ ചേർന്ന് ഏറ്റുവാങ്ങും. അതിനുശേഷം വിലാപയാത്രയായിട്ടായിരിക്കും കോട്ടയത്തേക്ക് കൊണ്ടുവരിക. കോട്ടയത്ത് ഏകദേശം ഒരു 11:30-12 മണിയോടുകൂടി കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മൃതദേഹം എത്തിക്കും. അതിനുശേഷം 2 മണിക്കൂറോളം ഇവിടെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ജന്മനാടായിട്ടുള്ള ചങ്ങനാശ്ശേരിയിലേക്കായിരിക്കും ഉച്ചയ്ക്ക് ശേഷം 2:30 മണിയോടുകൂടി മൃതദേഹം വിലാപയാത്രയായി തന്നെ കൊണ്ടുപോകുന്നുണ്ടാവുക. ഏറെ നാൾ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ചങ്ങനാശ്ശേരിയിലെ പാർട്ടി ഓഫീസിൽ തുടർന്ന് പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകും. അവിടെ ഒരു 2 മണിക്കൂർ പൊതുദർശനത്തിന് വെച്ച ശേഷം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്, തെങ്ങണായിലുള്ള വീട്ടിലേക്കായിരിക്കും മൃതദേഹം കൊണ്ടുപോകുന്നുണ്ടാവുക. തുടർന്ന് മറ്റന്നാൾ ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകളൊക്കെ നടത്തും എന്നാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത കേട്ടത് മുതൽ തന്നെ നിരവധി പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ ഈ കോട്ടയത്തെ പാർട്ടിയുടെ ജില്ലാ ആസ്ഥാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2022 മുതൽ അദ്ദേഹം പൂർണ്ണസമയം ജില്ലാ സെക്രട്ടറി എന്നുള്ള പദവിയിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം ജനുവരി മാസം പാമ്പാടിയിൽ നടന്ന ജില്ലാ സമ്മേളനത്തിലും മറ്റൊരു പാർട്ടി സെക്രട്ടറിയുടെ പേര് നിർദ്ദേശിക്കാനായിട്ട് പാർട്ടി പ്രവർത്തകർക്കില്ലായിരുന്നു. AV റസൽ അത്രത്തോളം ജനകീയനും പാർട്ടി സമ്മതനും ഒക്കെ ആയിട്ടുള്ളൊരു നേതാവ് കൂടിയിട്ടായിരുന്നു. 4.5 പതിറ്റാണ്ടോളം അദ്ദേഹം പൊതുപ്രവർത്തകനായിട്ട് ഉണ്ടായിരുന്നു. 1981-ലാണ് അദ്ദേഹം CPM-ന്റെ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. ചേർത്തല SN കോളേജിലെ കോളേജ് പഠന കാലഘട്ടത്തിലാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. തുടർന്ന് DYFIയുടെ അഖിലേന്ത്യാ ചുമതല അടക്കമുള്ള ചുമതലകൾ വഹിച്ചതിന് ശേഷമാണ് 12 വർഷക്കാലത്തോളം ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. ഒപ്പം 12 വർഷത്തോളം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടും അതോടൊപ്പം തന്നെ 24 വർഷങ്ങളായിട്ട് ജില്ലാ കമ്മിറ്റി അംഗവുമായിട്ടും ഒക്കെ തന്നെ പ്രവർത്തിച്ചു വരികയാണ്. തുടർന്ന് VN വാസവൻ അദ്ദേഹം മന്ത്രിസ്ഥാനത്തേക്ക് പോയതിനെ തുടർന്നാണ് AV റസൽ CPM-ന്റെ കോട്ടയം ജില്ലാ നേതൃസ്ഥാനത്തേക്ക് വരുന്നത്. തുടർന്ന് 2023 മുതൽ അദ്ദേഹം 2 ടേമായിട്ട് സെക്രട്ടറി ആയിട്ടിരിക്കവെയാണ് കഴിഞ്ഞ 4.5 പതിറ്റാണ്ടിലേറെയായി CPM-ന്റെ സൗമ്യമായ മുഖം ആയിരുന്നു AV റസൽ. അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിക്ക് തീരാ നഷ്ടം തന്നെയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ്.